മഞ്ഞക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാൻ പട്ടുറുമാനിത് പാട്ടുറുമാൻ പട്ടുറുമാനിത് പാട്ടുറുമാൻ പാട്ടുറുമാനിത് പട്ടുറുമാൻ പാട്ടുറുമാനിത് പട്ടുറുമാൻ. മാപ്പിളപ്പാട്ടിന്റെ പറുദീസയാണ് പട്ടുറുമാൻ. ഈ പാട്ടു പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാർ TMT പട്ടുറുമാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമാർക്സ് ഹെയർ ഫിക്സിംഗ്. പട്ടുറുമാലിന്റെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ജഡ്ജസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫിറോസിക്ക, ജിഷി ചേച്ചി, നജീബിക്ക, നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീം, ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിലേക്ക് എത്തുന്നു ദിവ്യ. ഇതാരാണ്? ഇത് എന്താണ് വേഷം? വേഷം ഒന്ന് മാറ്റി പിടിച്ചതാ. വേഷം ഒന്ന് മാറ്റി പിടിച്ചത് നന്നായിട്ടുണ്ട്. ഇത് സ്ഥിരമാക്കിക്കോ. ഞാനും വിചാരിച്ചിരുന്നു പേര് നമ്മൾ മാറ്റാൻ പോവാ, ദിവ്യ തുമ്മ. ഓക്കെ, അപ്പൊ എന്ത് പാട്ടാ പാടാൻ പോതെ? ഞാന് മിടുക്കൻ മമ്മദ് എന്നുള്ള പാട്ട്. മിടുക്കൻ മമ്മദ് ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദിവ്യയുടെ പെർഫോമൻസ് എത്തുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിടുക്കൻ മമ്മദിനൊടുക്കം പറ്റിയ കുടുക്കരിഞ്ഞില്ലേ, കടിക്കും പട്ടിയെ വിലക്കെടുത്തൊരു കിറുക്കരിഞ്ഞില്ലേ, കിറുക്കരിഞ്ഞില്ലേ. മിടുക്കൻ മമ്മദിനൊടുക്കം പറ്റിയ കുടുക്കരിഞ്ഞില്ലേ, കടിക്കും പട്ടിയെ വിലക്കെടുത്തൊരു കിറുക്കരിഞ്ഞില്ലേ. അതിനെ മമ്മദ് ജീപ്പിലെത്തി, ഓമലം വീടിക്ക് കാവലക്കാക്കുവൻ ചീമ പട്ടിയെ കൊണ്ടുപോണു. ഉമ്മ വെച്ചോ മരിച്ച് അതിനെ മമ്മദ് ജീപ്പിലെത്തി, ഓമലം വീടിക്ക് കാവലക്കാക്കുവൻ ചീമ പട്ടിയെ കൊണ്ടുപോന്നു. മിടുക്കം മമ്മദിനൊടുക്കം പറ്റിയ കുടുക്കരിഞ്ഞില്ലേ, കടിക്കും പട്ടിയെ വിലക്കെടുത്തൊരു കിറുക്കരിഞ്ഞില്ലേ. മിടുക്കം മമ്മദിനൊടുക്കം പറ്റിയ കുടുക്കരിഞ്ഞില്ലേ, കടിക്കും പട്ടിയെ വിലക്കെടുത്തൊരു കിറുക്കരിഞ്ഞില്ലേ. പുരുഷനാണെന്നോ കൊടിച്ചിയാണെന്നോ ഇരുട്ടിൽ മമ്മദ് നോക്കിയില്ല, ഇരുട്ടിൽ മമ്മദ് നോക്കിയില്ല. തിരിച്ചു വീട്ടിൽ വന്നുറങ്ങുമ്പോൾ വിളിച്ചുണർത്തി കഥ ചൊല്ലി. പുരുഷനാണെന്നോ കൊടിച്ചിയാണെന്നോ ഇരുട്ടിൽ മമ്മദ് നോക്കിയില്ല, തിരിച്ചു വീട്ടിൽ വന്നുറങ്ങുമ്പോൾ വിളിച്ചുണർത്തി കഥ ചൊല്ലി. കൊടിച്ചി അയ്യോ കൊടിച്ചി, ഇപ്പൊ പഠിച്ചി നാളെ കടിച്ചി. മിടുക്കം മമ്മദിനൊടുക്കം പറ്റിയ കൊടുക്കറിഞ്ഞില്ലേ, കടിക്കും പട്ടിയെ വിലക്കെടുത്തൊരു കിറുക്കറിഞ്ഞില്ലേ. മിടുക്കം മമ്മദിനൊടുക്കം പറ്റിയ കൊടുക്കറിഞ്ഞില്ലേ, കടിക്കും പട്ടിയെ വിലക്കെടുത്തൊരു കിറുക്കറിഞ്ഞില്ലേ. മാസങ്ങൾ 5-6 കഴിഞ്ഞപ്പോ മാൻകുട്ടി പുലിയായി മാറി. മമ്മദിൻ വീടൊരു ചുടുകാട്, മമ്മദ് മാലോർക്ക് നോട്ടപ്പുള്ളി.
അമ്പലത്തുള്ളോരെല്ലാരെയും കടിച്ച്, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുട്ടികളെ കടിച്ച്. ആ പട്ടി എന്നു വിളിച്ചപ്പോ പാപ്പാനെയും കടിച്ച്, ഓ പട്ടി എന്നു പറഞ്ഞപ്പോ പോക്കരെയും കടിച്ച്, വീക്കും ഞാൻ എന്ന് ചൊന്നപ്പോ ബീവിനെയും കടിച്ച്, തോക്കും നീട്ടി മമ്മദ് വന്നപ്പോ മമ്മദിനെയും കടിച്ച്, അരുതെന്ന് പറഞ്ഞപ്പോ അബുവിനെ കടിച്ച്, പിശിലിട്ട് വിളിച്ചപ്പോ പീരാനെ കടിച്ച്, അരുതെന്ന് പറഞ്ഞപ്പോൾ അബുവിനെ കടിച്ച്, പിശിലിട്ട് വിളിച്ചപ്പോ പീരാനെ കടിച്ച്, ആശാനെ കടിച്ച്, അയ്യപ്പനെ കടിച്ച്, നായരെ കടിച്ച്, നമ്പൂരെ കടിച്ച്, അവനെ കടിച്ച്, ഇവനെ കടിച്ച്, കടിച്ച് പറിച്ച് ഓടിച്ച്, പഹച്ചി വല്ലാത്ത പഹച്ചി. ദിവ്യ, എന്തായിരുന്നു എനർജി! താങ്ക് യു, ഇഷ്ടപ്പെട്ടു, തകർത്തു. താങ്ക് യു. പിന്നെ നിതിന്റെ കാര്യം പറയണ്ട, പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ശരിക്കുള്ളത് നോക്കണോ? ഉണ്ടയില്ല. ശേ, എനിക്ക് 2-3 പേരെ വെടി വെക്കണമെന്നുണ്ടായിരുന്നു. പ്രൊഡ്യൂസറിനെ ഉദ്ദേശിച്ചേ അല്ലേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദിവ്യയുടെ പെർഫോമൻസിന്റെ ജഡ്ജ്മെന്റിലേക്ക് പോകാം. നജീമിക്ക. ദിവ്യ നല്ല കോസ്റ്റ്യൂമാണല്ല, ആമിനത്തായിട്ട് വന്നിരിക്കുവാണ്. പിന്നെ സൂപ്പർ ആയിരുന്നു അവിടെ പാട്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം പാട്ടുമുണ്ട്, അതുപോലെ തന്നെ ആക്ഷനും അതിനൊത്ത രീതിയിലുള്ള എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു ഓവറോൾ കാണാനും എല്ലാം. പിന്നെ നല്ല വോയിസ് ആണ്, പിന്നെ എന്താണ് നല്ല കൺട്രോൾ ഉണ്ട് പാടുമ്പോൾ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ട് ചെറുതായിട്ട്. അത് പ്രാക്ടീസ് ചെയ്യുമ്പം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വരിശകൾ, സരളി വരിശകൾ നല്ലവണ്ണം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതിയൊക്കെ നല്ല ഈസി ആയിട്ട് വരും. അപ്പം അടുത്ത റൗണ്ടിൽ നല്ല പോലെ ഇത് നന്നായിട്ടുണ്ട്, ഇതിൽ നന്നായിട്ട് പാടാൻ ട്രൈ ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. കേട്ടോ. പിന്നെ ഇതിനെ കീറി മുറിക്കാനൊന്നുമില്ല. ഇതൊരു മെലഡി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് കീറി മുറിച്ചേനെ. ഇതൊരു മെലഡി അല്ലാത്തത് കൊണ്ട്, കോമഡി ആയതുകൊണ്ട്, കോമഡി പാടിയ കുട്ടികളോടൊക്കെ ഞങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലേ. അതിൻ്റെ ചില എലമെൻറ്റുകൾ മോള് അത് കൊണ്ടുവന്നു. കാരണം നമ്മൾ ആ പിന്നെ ശ്രുതിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന കുറേ ഭാഗമില്ലേ, പറഞ്ഞു പാടുന്ന അല്ലേ, ആ ഭാഗങ്ങളൊക്കെ ഭംഗിയായിരുന്നു. പിന്നെ ഈ വർക്കിൽ തന്നെയാണ് മോളെ ഖത്തറിൽ നിന്നും വന്നൊരു കത്തിൽ അത്തർ മണക്കുന്നു എന്നൊരു പാട്ടുണ്ട്. പിന്നെ അസർ നിസ്കരിച്ച് അള്ളാനെ സ്തുതിച്ച് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഒരു പുള്ളി, ഇതൊക്കെ ഈ വർക്കിലാണ് അസർ പാടി വെച്ചിട്ടുള്ളത്. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. നന്നായി പാടി, സ്ലൈറ്റ് പാടി, നല്ലൊരു വോയിസ്, നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആട്ടോ നോക്കുന്നത്. പെർഫോം ചെയ്ത് പാടിയത് എനിക്ക് ഭയങ്കര അതിശയം. എനിക്ക് അനങ്ങിയ പിന്നെയൊക്കെ പോയി. അപ്പോൾ അത്രയും നന്നായി പെർഫോം ചെയ്ത് കണ്ണൊക്കെ ഉരുട്ടിയിട്ടാണ് തുടക്കത്തിൽ തന്നെ. അപ്പം നന്നായി ചെയ്തു. ദിവ്യ, യു സാങ് വെരി വെൽ. താങ്ക് യു ചേച്ചി. ഇനി നമുക്ക് ദിവ്യയുടെ മാർക്സിലേക്ക് പോകാം. നജീമിക്ക 27.5. ഫിറോസിക്ക. മാർക്ക് പറയണമെങ്കിൽ അതിൻ്റെ എൻഡിലൊരു നായയോ പട്ടിയോ എന്തോന്ന് കരയുന്നത് കേട്ടു എൻഡിൽ. അപ്പോൾ ഒരു കീബോർഡിസ്റ്റ് ഒരു മിമിക്രിക്കാരനായി മാറി എന്നതിൻ്റെ ഒരു തെളിവ് അത് സെപ്പറേറ്റ് ഒന്ന് കേൾക്കണം, ആ പാട്ടിലല്ലാതെ. പറഞ്ഞത് പുലിവാലായി. ആ പോന്നോട്ടെ. ദിവ്യക്ക് ഞാൻ 40-ൽ 37. ജിഷ ചേച്ചി 27.5. ദിവ്യയുടെ ടോട്ടൽ മാർക്സ് 92.5 ഔട്ട് ഓഫ് 100. അപ്പൊ ദിവ്യ തകർത്തു പാടി, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി എൻജോയ് ചെയ്തു. മുഹമ്മദ്ക്ക, മിസ്റ്റർ ശിക്കാരി ശംഭു ഇഷ്ടപ്പെട്ടു. ശിക്കാരി ശംഭുവിന്റെ തോക്ക് ഞാൻ മേടിച്ചു വെച്ചിരിക്കുകയാണ്. പകരം ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ദിവ്യക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നതിന്. സോ ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്സ് ആണ്.